ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്ത്യനായിക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ, യേശുവിനരികെ അണയാം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ, യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാമശിഖാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാമശിഖാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനാമശിക. അവനത്ഭുതമന്ത്രിയ ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനാമശിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യരായ പരിശുദ്ധ പരമദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ നിരന്തരമായി ശക്തിപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോ രോഗാവസ്ഥകളിലും കരുണയോടെ നമ്മളെ നോക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ സ്നേഹത്തിനവരെ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹ നിമിഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും കടന്നു വരുവാൻ ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയും. എൻ്റെ കർത്താവ്, നിന്റെ സന്നിധിയിലായിരിക്കുന്നത് എത്രയോ മനോഹരമാണ്. ഈശോയോട് പറഞ്ഞു, കർത്താവ് നിന്റെ സന്നിധിയിലായിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഈ മണിക്കൂറിൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരം മക്കൾക്ക്, 10,000-കണക്കിന് മക്കൾക്ക് ദൈവാനുഗ്രഹം ചൊരിയുന്ന സമയമാണിത്. ഈ ശുശ്രൂഷ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോഴും മറ്റുള്ളവരോട് പ്രേരിപ്പിക്കുമ്പോഴും ഇത് കാണുവാനായിട്ട് അവരോട് പറയുമ്പോഴൊക്കെ മക്കളെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും ഒരേപോലെ ഒഴുകുകയാണ്. കാരണം ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ അനുഗ്രഹീത ചൈതന്യം, ഈശോയുടെ കരുണ നിരന്തരമായി മറ്റുള്ളവർക്കും നൽകിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ നിമിഷമായിരിക്കുന്നത് തന്നെ. വലിയൊരു അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ കൃപയ്ക്ക് ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന അത്രമാത്രം മനോഹരമാണ് അവന്റെ സന്നിധിയിലായിരിക്കുവാൻ. ഈ സന്നിധിയിലായിരിക്കുമ്പോൾ മനോഹരതയോടുകൂടെ തന്നെ നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ദൈവിക അനുഗ്രഹം നമ്മളിലേക്ക് നിറയുവാനും നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ പ്രത്യേകമായി നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്, ചില മക്കൾക്ക് പെട്ടെന്നുള്ള ഓരോ അസുഖങ്ങൾ കടന്നു വരുന്നു. പെട്ടെന്ന് ഒരു പ്രശ്നവുമില്ല, ആരോഗ്യവാനായിട്ട് തന്നെ അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്നായിരിക്കും ഒരു തളർച്ച, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം. ആ അവസ്ഥകളിലുള്ള മക്കളിലേക്ക് വലിയൊരു രോഗസൗഖ്യമുണ്ടാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തന്റെ പുസ്തകം 30-ാം അധ്യായം 2-ാം തിരുവചനം നമ്മൾ വായിക്കുക. സങ്കീർത്തനം 30-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവേ സഹായത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു. കർത്താവേ സഹായത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു, പക്ഷേ നീ എന്നെ സൗഖ്യപ്പെടുത്തി. കർത്താവിന്റെ മുൻപിൽ സഹായത്തിന് വേണ്ടി കരയുന്ന മക്കളിലേക്ക് കർത്താവ് സൗഖ്യം നൽകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ആ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാം. ഈശോ നൽകിയ വാക്കുകളുടെ ഓരോ അഭിഷേകവും നമ്മളിൽ നിറയണം. ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അഭിഷേകം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ഈശോയുടെ അതേ അനുഗ്രഹത്താലാണ് നമ്മൾ നിറയുക. ദൈവവചനം മാംസമായതാണ് ഈശോ. അപ്പം ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, വാക്ക് നൽകുകയാണ്. അവന്റെ സന്നിധിയിൽ ഞാൻ സഹായത്തിന് വേണ്ടി കരഞ്ഞു. സഹായത്തിന് വേണ്ടി കരഞ്ഞ ഉടനെ അവൻ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു.
സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ദൈവമക്കളെ, നമുക്ക് വേണ്ടതും ഇത് തന്നെയാണ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സഹായത്തിന് വേണ്ടി കരഞ്ഞു, സഹായത്തിനു വേണ്ടി ആഗ്രഹിച്ചു നിന്നു, സഹായത്തിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു. പ്രത്യേകമായി പെട്ടെന്നുള്ള രോഗം, പെട്ടെന്ന് ആരും അറിയാതെ പെട്ടെന്നുള്ളൊരു രോഗം കടന്നു വരുന്ന അവസ്ഥ, പെട്ടെന്നുള്ളൊരു പനി, പെട്ടെന്ന് ജലദോഷം, പെട്ടെന്ന് വേറെ പല രോഗങ്ങൾ, പെട്ടെന്നുള്ളൊരു കടന്നുവരൽ രോഗത്തിന്റെ ആ അവസ്ഥയിൽ നീ സഹായത്തിനായി കടന്നു ചെല്ലേണ്ടത് മറ്റാരുടെ മുൻപിലും അല്ലാതെ മക്കളെ, ദൈവത്തിന്റെ മുൻപിലാണ്. ഐ ക്രൈഡ് ഫോർ ഹെൽപ്പ് ബിഫോർ ദ ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ സഹായത്തിനു വേണ്ടി കരഞ്ഞു, സഹായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം ദൈവം എനിക്ക് സഹായമല്ല നൽകിയത്, എനിക്ക് നൽകിയത് സൗഖ്യമാണ്. ഞാനൊരു സഹായത്തിന് വേണ്ടി ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യും, ഏതാ അവസ്ഥ, എന്താണ് അവസ്ഥ, ഇതെന്ത് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പ്രാർത്ഥിച്ച അവസ്ഥയിൽ ദൈവം സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ തിരുവചനത്തിന്റെ ശക്തി, തിരുവചനത്തിന്റെ വാഗ്ദാനം, തിരുവചനത്തിന്റെ ഉറപ്പ് നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ ആ തിരുവചനത്തിന്റെ അനുഗ്രഹം നമ്മളിൽ നിരന്തരമായി നിറയും. ഈ തിരുവചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് നിറയുവാൻ ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. രോഗികളായിട്ടുള്ള മക്കളെ ഓർത്തോ, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗങ്ങൾ കടന്നു വരുന്ന ഓരോ മക്കളെ ഓർത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ നമ്മളെ ഓർത്തും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം സഹായം തീർച്ചയായിട്ടും അത്ഭുതമായി നമുക്ക് സൗഖ്യമായി തന്നെ നൽകും. അത് നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിരന്തരമായ ദൈവിക അനുഭവം നിറയുന്നുണ്ട്, ദൈവിക സൗഖ്യം നമ്മളിലേക്ക് നിറയുന്നുണ്ട്. അനേകം മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നിമിഷം വലിയൊരു സൗഖ്യത്തിന് വേണ്ടി. ആ സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ഇതാ ഈ നിമിഷം ഈ ദിവ്യകാരുടെ ഈശോ കരുണയോടെ നിങ്ങളിൽ കരുണ വർഷിച്ച് നിങ്ങൾക്ക് വലിയൊരു സൗഖ്യം, കരുണയോടെ നിങ്ങൾക്ക് രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ഇവകളെ ഏറ്റെടുക്കാം, സ്വീകരിക്കാം. ഈ പ്രാർത്ഥനാ വേളയിൽ കർത്താവിന്റെ കരുണയുടെ സ്പർശനം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗസൗഖ്യം വലിയൊരു അത്ഭുതമാണ്, സുനിശ്ചിതമാണ്, സത്യമാണ്. ഏറ്റെടുക്കാം. ഇരുകാരങ്ങളെ നിമിഷം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ സൗഖ്യം ഞങ്ങളിൽ ഒഴുക്കണമേ, നിന്റെ സൗഖ്യം നിരന്തരമായി ഞങ്ങളിൽ നിറയണമേ. നിന്റെ സൗഖ്യത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും വലിയൊരു രോഗത്തിൽ നിന്ന് മാറുവാനായിട്ട്, വലിയൊരു ശക്തി നിറയുവാനായിട്ട്, ഞങ്ങളുടെ ഓരോ ജീവിതത്തിലും പെട്ടെന്ന് കടന്നു വരുന്ന ഓരോ രോഗമേഖലയും കർത്താവെ തുടച്ചു നീക്കണമേ എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെ കരമുയർത്തി സ്വരമുയർത്തി ഈശോയുടെ സന്നിധിയിൽ നിന്ന് അത്ഭുതം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മുൻപിൽ തിരുവചനം പറയുന്നത് പോലെ തന്നെ അങ്ങയുടെ മുൻപിൽ നിലവിളിച്ച് സഹായത്തിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യം നൽകണമേ. സഹായം ചോദിച്ചപ്പോൾ സൗഖ്യമായി കടന്നു വന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു സൗഖ്യം നൽകി വലിയൊരു അത്ഭുതമായി അങ്ങ് കടന്നു വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ രോഗങ്ങളെയും ഓരോ രോഗാവസ്ഥകളെയും അങ്ങ് തൊട്ട് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ. സൗഖ്യദായകനായ ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരും വിശുദ്ധീകരിച്ച് നിന്റെ കരുണ മൂലം ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ കരുണയുടെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിരന്തരമായി സൗഖ്യം ലഭിച്ച് സൗഖ്യത്തിൽ വളരുവാൻ കൃപ നൽകണമേ. ദൈവമേ, നിന്റെ സൗഖ്യം ലോകമെങ്ങും സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ സൗഖ്യം സ്വീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില മക്കൾക്ക് നാളുകളായി ചില രോഗാവസ്ഥയിൽ തന്നെ കടന്നിട്ട് വലിയൊരു രോഗസൗഖ്യം ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈ നിമിഷം ആ രോഗസൗഖ്യം നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഇതാ ദിവ്യകാരുണ്യ ഈശോ, കരുണയുടെ ഈശോ, ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി നിങ്ങളിലേക്ക് ഈ നിമിഷം, ദൈവത്തിന്റെ കരുണയുടെ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ഒഴുകുന്നു. ഏറ്റെടുക്കാം, സ്വീകരിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വലിയൊരു സൗഖ്യം
നമ്മളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈശോയുടെ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, നിന്റെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജപമാല മണികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോയെ സൗഖ്യവും അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പ്രാർത്ഥിക്കും. ഓരോ മണികളിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് കടന്നു ചെല്ലുമ്പോഴൊക്കെ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. സൗഖ്യം നിരന്തരമായി കടന്നു വരണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസവും കൂടെ വേണം. നമ്മൾ ഓരോ മണി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളിൽ വലിയൊരു സൗഖ്യം കണ്ടെത്തണം. ഈ ഒരു ആഗ്രഹത്തോടെ ഭക്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുൻപിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തിട്ട് ആഗ്രഹിച്ച് ദൈവത്തിന്റെ സൗഖ്യം നമ്മളിലേക്ക് നിറവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോരാജ്യധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി
ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കും. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ രോഗങ്ങളും കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, നിന്റെ സഹായം ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വലിയൊരു സൗഖ്യം നൽകണമേ. അങ്ങയുടെ സൗഖ്യത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും വലിയൊരു കൃപ കൊണ്ട്, അങ്ങയുടെ കരുണയുടെ കൃപ കൊണ്ട് സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമുക്ക് ഓരോരുത്തർക്കും കരുണയുടെ ജമാല എഴുന്നേറ്റ് നിന്നുകൊണ്ടോ മുട്ടിൽമേൽ നിന്നുകൊണ്ടോ കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവിന്റെ കരുണയുടെ ജമാല ചൊല്ലി കർത്താവ് നിന്റെ സൗഖ്യം ഞങ്ങളിൽ നിറക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ട്, കർത്താവെ, നിന്റെ അനുഗ്രഹം ഞങ്ങളിൽ നിറയ്ക്കണമേ, നിന്റെ സൗഖ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. സഹായത്തിനു വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കരുണയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കുകയും ഞങ്ങളെ ഓരോരുത്തർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വലിയൊരു പ്രാർത്ഥനയോടുകൂടെ ഭക്തിപൂർവ്വം കർത്താവിന്റെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം ഈ നിമിഷം താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. അമ്മ മാതാവിന്റെ മധ്യസ്ഥത തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും കർത്താവിന് സ്തുതിയായിരിക്കട്ടെ.
രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നു പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നു പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ